സോ വെൽക്കം ടു വെൽ ഫോക്കസ്. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ അതിന് രണ്ടാമത്തെ പാർട്ടാണ്. സോ ഫസ്റ്റ് ഉള്ള ഒരു ബേസിക് ടേം എന്താണ്? ഫസ്റ്റ് പറയാൻ പോകുന്ന ടേമാണ് എക്സ്പെൻഡിച്ചർ. എന്താണ് എക്സ്പെൻഡിച്ചർ? സ്പെൻഡിങ് മണി ഓർ ഇൻകോറിങ് എ ലയബിലിറ്റി ഫോർ സം ബെനഫിറ്റ് സർവീസ് ഓർ പ്രോപ്പർട്ടി റിസീപ്റ്റ് ഇസ് കോൾഡ് എക്സ്പെൻഡിച്ചർ. നമ്മൾ മണി സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി ഉണ്ടാക്കുകയാണ്, ലയബിലിറ്റി എൻക്വയറി ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മണി സ്പെൻഡ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ലയബിലിറ്റി എൻക്വയറി ചെയ്യുകയാണെങ്കിലോ അതിനെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. Purchase of goods, purchase of machinery, purchase of furniture, etc. are examples of expenditure. അതായത് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കും. ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് എൻറ്റിറ്റിയിലോട്ട് എന്ത് വരുന്നുണ്ട്? ഗുഡ്സ് വരുന്നു. നമുക്കത് സെയിൽ ചെയ്ത് നാളെ എന്ത് ചെയ്യാൻ പറ്റും? ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ പർച്ചേസ് ഓഫ് മെഷീനറി, പർച്ചേസ് ഓഫ് ഫർണിച്ചറൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്? നമ്മളുടെ ബിസിനസ്സിലോട്ട് ഒരു പുതിയ പ്രോപ്പർട്ടി റിസീവ് ആവുകയാണ് അല്ലേ? അപ്പം നമ്മൾ ഇവിടെയൊക്കെ ഒരു മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ വേറെ ഏതൊരു ലയബിലിറ്റി വഴി അല്ലെങ്കിൽ ഇത് ലോണൊക്കെ വഴി ലോൺ എടുത്തിട്ടാണ് ഒരു മെഷീനറിയൊക്കെ വാങ്ങുന്നതെങ്കിൽ അവിടെ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ലയബിലിറ്റി നമുക്ക് എന്താണ്? ഒരു എക്കണോമിക് ബെനിഫിറ്റോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും റിസീവ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ഇസ് കോൾഡ് എക്സ്പെൻഡിച്ചർ. If the benefit of expenditure is exhausted within a year, it is treated as an expense, also called revenue expenditure. നമ്മൾ ഇങ്ങനെ ചെയ്തൊരു എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷം മാത്രം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ എന്താണ്? അത് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയും. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ വരുന്ന എക്സ്പെൻസിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അല്ല, ഇതിൻ്റെ ബെനിഫിറ്റ് മോർ ദാൻ 1 ഇയർ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ അതെന്താണ്? അത് നമ്മളൊരു അസറ്റ് ട്രീറ്റ് ചെയ്യും. സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മൾ മെഷീനറി വാങ്ങി, അത് ബിസിനസ് ഓപ്പറേഷൻസിന് വാങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കൊല്ലം യൂസ് ചെയ്തിട്ട് അടുത്തോളം വിൽക്കത്തൊന്നുമില്ല അല്ലേ? നമ്മളത് കുറേ കൊല്ലം യൂസ് ചെയ്യും നമ്മൾ ബിസിനസ് ഓപ്പറേഷനിൽ. അപ്പോൾ അതെന്താണ്? അതിൻ്റെ ഒരു എക്കണോമിക് ബെനിഫിറ്റ് നമുക്ക് വർഷങ്ങളോളം ലഭിക്കുകയാണ്. അപ്പോൾ അതെന്താണ്? അതിനൊരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള മോർ ദാൻ 1 ഇയറിലോട്ട് വരുന്ന എക്സ്പെൻഡിച്ചറിന് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. കണ്ടോ? എക്സാമ്പിൾ എന്താണ്? ജസ്റ്റ് പർച്ചേസ് ഓഫ് മെഷീനറി, ഫർണിച്ചർ എക്സെട്ര. റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾ എന്താണ്? പർച്ചേസ് ഓഫ് ഗുഡ്സ്. നമ്മൾ ഗുഡ്സ് വാങ്ങി ആസ് സൂൺ ആസ് എന്ത് ചെയ്യും? അത് സെയിലാക്കാൻ നോക്കും അല്ലേ? 1 ഇയറിനുള്ളിലൊക്കെ അതിൻ്റെ സെയിൽ നടക്കും. സോ അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ എടുക്കുന്ന ഡിസിഷൻ്റെ ഒരു എക്കണോമിക് ബെനിഫിറ്റ് നമുക്ക് എന്ത് ചെയ്യും? മോർ ദാൻ 1 ഇയറിലോട്ട് കിട്ടും. കൃത്യമായി മനസ്സിലാക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനടുത്ത ടേമാണ് പ്രോഫിറ്റ്. The excess of revenues of a period over its related expenses during an accounting year is profit. പ്രോഫിറ്റ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്കറിയാം, ഒരു എൻറ്റിറ്റിയിൽ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമ്മൾ റവന്യൂസ് എക്സ്പെൻസിനേക്കാൾ മുകളിൽ പോകുമ്പോഴാണ് പ്രോഫിറ്റ് എന്ന് പറയുക അല്ലേ? എന്ത് ചെയ്യുന്നു? നമ്മൾ വരുമാനമാണ് കൂടുതൽ ചിലവിനേക്കാൾ. ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഇൻക്രീസസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദി ഓണേഴ്സ്. നമ്മൾ പ്രോഫിറ്റിനെ എങ്ങനെ അക്കൗണ്ട് ട്രീറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് വരുന്ന സമയത്ത് ഓണറുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. ദെൻ ഗെയിൻ, എ പ്രോഫിറ്റ് ദാറ്റ് അറൈസസ് ഫ്രം ഇവൻറ്റ്സ് ഓർ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ ഇൻസിഡൻറ്റൽ. നോട്ട് ദ സ്റ്റെം ഇൻസിഡൻറ്റൽ ആണ് കേട്ടോ. To business such as sale of fixed asset, winning a court case, appreciation in the value of an asset. നമുക്ക് തോന്നി പ്രോഫിറ്റും ഗെയിനൊക്കെ ഒന്നല്ലേ തോന്നും. പ്രോഫിറ്റും ഗെയിനും ഒന്നല്ല. ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻ്റലായി ഉണ്ടായിരുന്ന കാര്യങ്ങൾ, അതായത് അത് എപ്പോഴും സംഭവിക്കുന്നതല്ല, വളരെ റിക്കറിങ് നാച്ചുറല്ല, ഇടയ്ക്ക് സംഭവിക്കുന്നൊരു കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ലഭിക്കണം. അതായത് നമ്മൾ ബിസിനസ്സിലാകുന്നൊരു മെഷീനറി നമ്മൾ വിൽക്കുന്നു, അതിൽ പ്രോഫിറ്റ് ലഭിക്കുന്നു. അത് നമുക്ക് എന്നും നടക്കുന്ന ഡെയിലി ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവായി നടക്കുന്ന ട്രാൻസാക്ഷനോ അല്ല. ഇത് എപ്പോഴെങ്കിലുമൊക്കെ നടക്കുന്ന ട്രാൻസാക്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കോർട്ട് കേസ് വിൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ട്. അതായത് വളരെ ഇൻസിഡൻറ്റ്, സാന്ദർഭികമായി മാത്രം നടക്കുന്നതാണ്. അതൊരു റിപ്പീറ്റഡ് നാച്ചുറോ റിക്കറിങ് നാച്ചുറോ ഉള്ളൊരു സംഭവമല്ല. എപ്പോഴെങ്കിലുമൊക്കെ നടക്കുന്ന സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് അത്. സോ അങ്ങനെയുള്ള പ്രോഫിറ്റ് നമ്മൾ ഗെയിൻ എന്ന് പറയും. പക്ഷെ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ടൈം എന്താണ്? ഇറ്റ്സ് റിക്കറിങ് അല്ലേ?
ഗെയിൻ അങ്ങനെയല്ല. ഗെയിൻ എപ്പോഴെങ്കിലുമൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെയാണ് ഗെയിൻ എന്ന് പറയുന്നത്. ലോസ് എന്താണ്? ദ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓഫ് എ പീരീഡ് ഓവർ ഇറ്റ്സ് റിലേറ്റഡ് റവന്യൂ ഇസ് ടേംഡ് ആസ് ലോസ്. ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഒരു വർഷത്തിൽ നമുക്ക് എന്താണ് റവന്യൂവിനേക്കാൾ കൂടുതൽ എക്സ്പെൻസസ് ആണ്, അല്ലെങ്കിൽ വരവിനേക്കാൾ കൂടുതൽ ചിലവാണെങ്കിൽ നമുക്ക് ലോസ് ആണ് സംഭവിക്കുന്നത്, നഷ്ടമാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? ക്യാപിറ്റൽ, ഓണറുടെ ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്ത് കാണിക്കുന്നു പറഞ്ഞു. ലോസ് ആണെങ്കിലും ഓണറുടെ ക്യാപിറ്റലിന് ലെസ് ചെയ്ത് കാണിക്കും. അപ്പോൾ ലോസ് വന്നാൽ ഓണറുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ക്യാപിറ്റലിന് പകരം വരുമ്പോൾ ഇക്വിറ്റി എന്ത് ചെയ്യും? കുറയും. ഡിക്രീസസ് ഓണേഴ്സ് ഇക്വിറ്റി. ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു മണി ഓർ മണീസ് വർത്ത് ലോസ്റ്റ് വിത്തൗട്ട് റിസീവിങ് എനി ബെനിഫിറ്റ് ഇൻ റിട്ടേൺ. എന്താണ്? പൈസ ലോസ് ആവാണ്, പക്ഷെ പ്രത്യേകിച്ച് ഒരു എക്കണോമിക് റിട്ടേൺ നമുക്ക് ഉണ്ടാകുന്നില്ല. ഫോർ എക്സാമ്പിൾ, ക്യാഷ് ഓർ ഗുഡ്സ് ലോസ് ബൈ തെഫ്റ്റ് ഓർ ഫയർ ആക്സിഡൻറ്റ് എക്സെട്ര. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. അതായത് നമ്മളെ ബിസിനസ്സിലോട്ട് വിൽക്കാൻ വേണ്ടി ഗുഡ്സ് പർച്ചേസ് ചെയ്ത് വെക്കുന്നു. ഈ പർച്ചേസ് ചെയ്ത ഗുഡ്സ് കള്ളന്മാർ കൊണ്ടുപോയി. അപ്പോൾ എന്താണ്? ഓൾറെഡി നമുക്കവിടെ കോസ്റ്റ് ഇൻകോർ ചെയ്തു, പക്ഷേ ആ ഇൻകോർ ചെയ്ത കോസ്റ്റിൻ്റെ മുകളിൽ നമുക്കൊരു എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്നില്ല, ലോസാണ്. അല്ലെങ്കിൽ ഫയർ ആക്സിഡൻറ്റിലൊക്കെ കത്തി നശിച്ചു പോയി, ഒക്കെ എന്താണ്? അതൊക്കെ നമുക്ക് ലോസാണ്. അതുപോലെ ഫിക്സഡ് അസറ്റ് വിൽക്കുന്ന സമയത്ത് അതിൽ ലോസ് വരികയാണെങ്കിൽ നമ്മളൊരു 1 lakh rupees വാങ്ങിയ ഒരു ഫിക്സഡ് അസറ്റാണ്, പക്ഷെ 2 years കഴിയുമ്പോൾ അതിനെന്താ ഡിപ്രീസിയേഷൻ സംഭവിച്ചു, എല്ലാം കഴിഞ്ഞ് നമുക്ക് വിൽക്കാൻ സാധിക്കുന്ന 50,000 rupees എന്താണ്? അവിടെ ലോസാണ് നമുക്ക് സംഭവിക്കുന്നത്. ലോസ് നമ്മൾ ക്യാപിറ്റൽ ലോസ് എന്നാണ് പറയുക. അവിടെ ലോസാണ് നമുക്ക് സംഭവിക്കുന്നത്. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ടൈം ഡിസ്കൗണ്ടൊക്കെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഡിസ്കൗണ്ടൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് വരുന്നതാണ്. ഡിസ്കൗണ്ട് ഇസ് ദ ഡിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മൾ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന റിഡക്ഷനാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. 2 വയസ്സിലാണ് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുക. ഫസ്റ്റ്, ഓഫറിംഗ് റിഡക്ഷൻ ഓഫ് എഗ്രീഡ് പെർസെൻറ്റേജ് ഓഫ് ലിസ്റ്റ് പ്രൈസ് at the time selling goods is one way of giving discount. Such discount is called trade discount. എന്താണ്? ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് ആ ഒരു വിലയുടെ certain percentage ഡിഡക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനത്തെ ഡിസ്കൗണ്ട് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയും. It's generally offered by manufacturers to wholesalers and by wholesalers to retailers. അതായത് മാനുഫാക്ചേഴ്സ് ഹോൾസെയിലേഴ്സിന് വിൽക്കുമ്പോൾ ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിനൊക്കെ വിൽക്കുമ്പോഴാണ് ഈ ട്രേഡ് ഡിസ്കൗണ്ട് വരുന്നത്. ആഫ്റ്റർ selling the goods on credit basis, the debtors may given certain reduction in amount due. In case if they pay the amount within the stipulated period or earlier, this reduction is given at the time of payment on the amount payable. Hence it is called cash discount. രണ്ടാമത്തെ ടൈപ്പ് ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ പറയുന്നത്. അതായത് നമ്മൾ ഗുഡ്സ് വിൽക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് ബേസിനാണ് കൊടുത്തത്. ക്രെഡിറ്റ് ബേസിന് കൊടുക്കുന്നു. ആ സമയത്ത് നമ്മൾ പറയുകയാണ് ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡിൽ അയാൾ ഈ എമൗണ്ട് തരികയാണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് തരാം. അതിനാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ ഡെക്ടേഴ്സ് പറഞ്ഞാൽ നമുക്ക് കടം തരാനുള്ള നമ്മൾ എൻറ്റിറ്റിയിലോട്ട് കടം തരാൻ ആളുകളെയാണ് നമ്മൾ ഡെക്ടേഴ്സ് എന്ന് പറയുക. ഡെക്ടേഴ്സിന് നമ്മൾ ഈ ഒരു ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതിനുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേഗം ആ ഒരു എമൗണ്ട് റീപേ ചെയ്യാനുള്ള ഒരു ഇൻസെൻറ്റീവ് പോലെയാണ് നമ്മൾ ആ ഒരു കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്? ഡിസ്കൗണ്ട് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന്, നമ്മളെ ഒരു ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് അഗ്രീഡ് പെർസെൻറ്റേജ് ഓഫ് പ്രൈസിൻ്റെ ഒരു അഗ്രീഡ് പെർസെൻറ്റേജ്, ആ പ്രൈസിൻ്റെ ഒരു അഗ്രീഡ് പെർസെൻറ്റേജ് റിഡക്ഷനായിട്ട് കൊടുക്കുന്നു. ഇതിന് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നു. ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, അതുപോലെ മാനുഫാക്ചർ ഹോൾസെയിലേഴ്സിന് കൊടുക്കുന്നു, ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നു. ഇതാണ് ട്രേഡ് ഡിസ്കൗണ്ട്. മറ്റൊന്ന് പറയുന്നത് നമ്മുടെ എൻറ്റിറ്റിയിലോട്ട് കാശ് തരാനുള്ള ആൾ. എങ്ങനെ കാശ് തരാനുള്ള ആൾ? നമ്മൾ ഗുഡ്സ് ക്രെഡിറ്റിന് കൊടുത്തു, നമ്മൾ ഗുഡ്സ് ക്രെഡിറ്റിനാണ് വിൽക്കുന്നത്. ആ വാങ്ങുന്ന ആൾ ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡിൽ ഒരു പറയുന്ന ഒരു പീരീഡിനുള്ളിൽ ആ എമൗണ്ട് പേ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് നമ്മൾ ഇത്ര ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് പറയുന്നു. അതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ആ ഡെക്ടേഴ്സിന് എന്താണ്? വേഗം ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു തരാൻ വേണ്ടി ഒരു ഇൻസെൻറ്റീവ് പോലെ കൊടുക്കുന്ന ഒന്നാണ്. സോ ദർ ആർ 2 types of discount, that is trade discount and cash discount. Try to understand the difference between this. Okay. Then the next term is voucher. Voucher is important account. വൗച്ചറിൻ്റെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ട്രാൻസാക്ഷനും പോകുന്നത്. ഓക്കെ. The documentary evidence in support of a transaction is known as voucher. ഒരു ട്രാൻസാക്ഷനെ കാണിക്കുന്ന, ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്ന് കാണിക്കുന്നതിനുള്ള ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് വൗച്ചർ എന്ന് പറയുന്നത്.
അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്തായത് ട്രാൻസാക്ഷൻ? ട്രാൻസാക്ഷൻ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. എന്താണ് ട്രാൻസാക്ഷൻ? ഇസ് ആൻ ഇവൻറ്റ് ഇൻവോൾവ് വാല്യൂ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ്, അല്ലേ? അതാണ് ട്രാൻസാക്ഷൻ. ഒരു വാല്യൂ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എൻറ്റിറ്റീസ് തമ്മിൽ നടക്കുന്നതിനാണ് ഒരു ഇവൻറ്റ് നടക്കുന്നതിന് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസാക്ഷനെ നടന്നു എന്ന് കാണിക്കാനുള്ള ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് വൗച്ചർ. എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും നമ്മളൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇഫ് യു ബൈ ഗുഡ്സ് ഫോർ ക്യാഷ് വി ഗെറ്റ് ക്യാഷ് മെമ്മോ. നമ്മൾ ഗുഡ്സ് ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണ്, ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ വി വിൽ ഗെറ്റ് ദ ക്യാഷ് മെമ്മോ. ഇഫ് യു ബൈ ഓൺ ക്രെഡിറ്റ് ബേസിസിൽ വാങ്ങുകയാണെങ്കിൽ വി ഗെറ്റ് എൻ ഇൻവോയ്സ്. വെൻ യു മേക്ക് പേയ്മെൻറ്റ് വി ഗെറ്റ് എ റെസിപ്റ്റ് മെമ്മോ. ഓക്കെ, ആൻഡ് സോ ഓൺ. സോ എന്താണ് ട്രാൻസാക്ഷൻ നടന്നു എന്ന് കാണിക്കാനുള്ള ഡോക്യുമെൻ്ററി എവിഡൻസ് ആൻഡ് വൗച്ചർ എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഗുഡ്സ്. Goods refers to the product in which the business unit is dealing, that is, in terms of which it is buying and selling or producing and selling. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണോ അതാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ടെക്സ്റ്റൈൽ ബിസിനസ്സാണ്, അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എന്താണ്? ടെക്സ്റ്റൈൽസ് ആണ്. അല്ല, നമ്മൾക്കൊരു ഫ്ലോർ മില്ലാണ്, അപ്പം നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോർസ് ആണ്, നമ്മൾ ഉണ്ടാക്കപ്പെടുന്ന ഫ്ലോർസ് ആണ്. അതുപോലെ നമുക്ക് ടൈൽ ബിസിനസ്സാണ്, അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടൈലാണ്. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് എന്താണ്? നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് വിൽക്കുകയും എന്ത് പ്രൊഡക്റ്റാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അതാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അസറ്റും ഗുഡ്സും നമ്മൾ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഗുഡ്സ് ഈസ് ഫോർ സെയിൽ. അസറ്റ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി വാങ്ങുന്നതല്ല, നമ്മളെ ബിസിനസ് ഓപ്പറേഷന് വേണ്ടി വാങ്ങുന്നതാണ്. The item that are purchased for used in the business are not called goods. നമ്മൾ ബിസിനസ്സിലോട്ട് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്ന ഐറ്റംസ്, പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് ഗുഡ്സ് അല്ല. നമ്മൾ ഡീൽ ചെയ്യുന്ന ഐറ്റംസ്, നമ്മൾ ബിസിനസ്സിൽ എന്ത് ഐറ്റംസ് ഡീൽ ചെയ്യുന്നത് അതാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫോർ എ ഫർണിച്ചർ ഡീലർ പർച്ചേസ് ഓഫ് ചെയർസ് ടേബിൾ ഇസ് ടേംഡ് ആസ് ഗുഡ്സ്, വൈൽ ഫോർ ഇറ്റ്സ് ഫർണിച്ചർ ഇറ്റ്സ് ട്രീറ്റഡ് ആസ് എൻ അസറ്റ്. അതായത് നമ്മൾക്കൊരു ഫർണിച്ചർ ഷോപ്പാണെന്ന് വെച്ചു. ഫർണിച്ചർ ഷോപ്പിൽ നമ്മളെ വിൽക്കാൻ വേണ്ടി ഒരു ചെയേഴ്സും ടേബിൾസും ഒക്കെ നമ്മൾ വാങ്ങുകയാണ്, അതെന്താണ്? ഗുഡ്സാണ്. അതേസമയം ഈ ഫർണിച്ചർ ഷോപ്പിലോട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓഫീസ് ടേബിൾ വാങ്ങുകയാണ്, ഇറ്റ്സ് ഓൾസോ ഫർണിച്ചർ. പക്ഷെ എന്താണ്? അതൊരു ഗുഡ്സ് അല്ല, അത് നമ്മൾ വിൽക്കാൻ വേണ്ടി, നമ്മൾ റീസെയിലിന് വേണ്ടി വാങ്ങുന്നതല്ല, നമ്മൾ ബിസിനസ് ഓപ്പറേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങുന്നതാണ്, അത് അസറ്റാണ്. റീസെയിലിന് വേണ്ടി നമ്മൾ വാങ്ങുന്നതാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. Another example here, നോക്കൂ. For a stationery merchant, stationery is goods, whereas for others it is an item of expense. ഒരു സ്റ്റേഷനറി മെർച്ചൻ്റ് ആണെന്ന് വെച്ചോ, അയാൾക്ക് അവിടെയുള്ള സ്റ്റേഷനറി ഒക്കെ എന്താണ്? ഗുഡ്സ് ആണ്. എന്നാൽ വേറൊരു ബിസിനസ് സംബന്ധിച്ചുള്ള ഈ സ്റ്റേഷനറി എന്താണ്? ഒരു ഐറ്റം ഓഫ് എക്സ്പെൻസ് മാത്രമാണ്. അപ്പോൾ ഗുഡ്സും അസറ്റും ഡിഫറെൻ്റ് ആണ്. നമ്മളുടെ എൻറ്റിറ്റിയിലോട്ട് ഡീൽ ചെയ്യുന്ന പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ നമ്മൾ സെയിലിന് വേണ്ടി കൊണ്ടുവരുന്ന പ്രൊഡക്റ്റാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ബിസിനസ് ഓപ്പറേഷന് വേണ്ടി നമ്മൾ വാങ്ങുന്ന പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ എന്താണ്? അസറ്റാണ്. ദെൻ നെക്സ്റ്റ് ടൈം ഇസ് ഡ്രോയിങ്സ്. വിഡ്രോവൽ ഓഫ് എ മണി ആൻഡ് ഓർ ഗുഡ്സ് ബൈ ദ ഓണർ ഫ്രം ദ ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ് ഇസ് നോൺ ആസ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് റെഡ്യൂസസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഓണേഴ്സ്. ഡ്രോയിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണർ ബിസിനസ്സിൽ നിന്ന് മണി വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ ഗുഡ്സ് വിഡ്രോ ചെയ്യണം. അതായത് ക്യാഷ് ഓർ ഇൻ കൈൻഡ് വിഡ്രോ ചെയ്യണം. പക്ഷേ അത് ബിസിനസ് യൂസിനല്ല, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ സച്ച് വിഡ്രോവൽസ് ആർ കോൾഡ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് നമ്മൾ ക്യാപിറ്റലിന് കുറച്ച് കാണിക്കും, ബിക്കോസ് ഡ്രോയിങ് റെഡ്യൂസസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഓണേഴ്സ്. Purchases are the total amount of goods procured by a business on credit and on cash for use or sale. In a trading concern, purchases are made for merchandise for resale without processing. Manufacturing concern, raw materials are purchased, processed further into finished goods and then sold. Purchases may be cash purchase or credit purchase. Purchase പറഞ്ഞാൽ എന്താണ്? ബിസിനസ് നമ്മൾ ഓൾറെഡി ഗുഡ്സ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ബിസിനസ് ഗുഡ്സ് പ്രൊക്യൂർ ചെയ്യുകയാണ്, ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർ ചെയ്യുകയാണ്, ദാറ്റ് ഇസ് നോൺ ആസ് പർച്ചേസസ്. പർച്ചേസസ് ക്യാഷ് പർച്ചേസ് ആയിരിക്കും, ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കാം. ഓക്കെ, ഇനി ഒരു ട്രേഡിംഗ് കൺസേൺ ആണ് നമ്മളെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, അത് പ്രോസസ്സ് ചെയ്യാതിരിക്കുക ചെയ്യുക, എന്താണ്? റീസെയിലിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്നു. മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുന്നു.
പർച്ചേസസ് 2 ടൈപ്പാണ്. ക്യാഷ് പർച്ചേസസ് ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസസ് ഉണ്ട്. നമ്മൾ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് പർച്ചേസ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബേസിസിലാണ് നമ്മൾ പർച്ചേസസ് കൊണ്ടുവരുന്നതെങ്കിൽ ഇറ്റ് ഇസ് ക്രെഡിറ്റ് പർച്ചേസസ്. ബോത്ത് ആർ കോൾഡ് പർച്ചേസസ്. ഓക്കെ, ദെൻ stock or inventory as a measure of something on hand, good, spares, other item in a business. It is called stock in hand. In trade and concern, stock on the hand is the amount of goods which are lying unsold as at the end of the accounting period is called closing stock. In a manufacturing company, closing stock comprises raw materials, semi-finished goods and finished goods on hand on the closing date. Stock എന്താണ്? ഇപ്പോൾ സ്റ്റോക്ക് ഇസ് എ മെഷർ ഓഫ് സംതിങ് ഓൺ ഹാൻഡ് ഗുഡ്സ്, സ്പെയർസ്, അതർ ഐറ്റം ഇൻ എ ബിസിനസ്. ഒരു ബിസിനസ്സിലുള്ള നമ്മൾ ഓൺ ഹാൻഡ് നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ്, സ്പെയർസ്, അതർ ഐറ്റംസ് ആണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്നും പറയും. ഒരു ട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ നമ്മൾ അൺസോൾഡ് ആയിട്ടുള്ള ഗുഡ്സിനെയാണ് ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്ലോസിങ് സ്റ്റോക്കിൽ റോ മെറ്റീരിയൽസും സെമി ഫിനിഷ്ഡ് ഗുഡ്സും ഫിനിഷ്ഡ് ഗുഡ്സ് വരും. ട്രേഡിംഗ് കൺസേൺ എന്തില്ല, പ്രൊഡക്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അവിടെ എന്ത് വരും? അവിടെ ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ്സ് ലൈങ് അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് ഈസ് കോൾഡ് ക്ലോസിങ് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്താണ്? നമ്മൾ അസറ്റ് ക്ലാസിഫിക്കേഷൻ പഠിച്ചല്ലേ, അപ്പോൾ എന്ത് കറണ്ട് അസറ്റ് പഠിച്ചില്ലേ? സ്റ്റോക്ക് ഒരു കറണ്ട് അസറ്റാണ്. ഓക്കെ, സ്റ്റോക്ക് ഒരു കറണ്ട് അസറ്റാണ്. അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക. സ്റ്റോക്ക് ഒരു കറണ്ട് അസറ്റാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവസാനമുള്ളത് ക്ലോസിങ് സ്റ്റോക്ക് ഓപ്പണിങ്ങിൽ വരുന്നതാണ്, ബിഗിനിങ്ങിൽ വരുന്നതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയും. അതുപോലെ തന്നെ മറ്റൊരു കറണ്ട് അസറ്റാണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഡെറ്റേഴ്സ് ഒരു അസറ്റാണ്, ഒരു കറണ്ട് അസറ്റാണ്. ഡെറ്റേഴ്സ് ആർ ദ പേഴ്സൺസ് ആൻഡ് ഓർ അതർ എൻറ്റിറ്റീസ് ഹു ഓവ് ടു ആൻ എന്റർപ്രൈസ് ആൻ എമൗണ്ട് ഫോർ ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺ ക്രെഡിറ്റ്. അതായത് നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ് എൻറ്റിറ്റി എന്നിൽ കാണാം കേട്ടോ. നമ്മൾ ബിസിനസ് എൻറ്റിറ്റി ഒരു കസ്റ്റമർക്ക് ഗുഡ്സ് ക്രെഡിറ്റിന് കൊടുക്കുന്നു. അപ്പോൾ അവർ എന്ത് ചെയ്യണം? നമ്മൾക്ക് പൈസ തരാനുണ്ട് അല്ലേ, ക്യാഷ് തരാനുണ്ട്, ഡെബിറ്റ് തരാനുണ്ട്. അങ്ങനെയല്ല, ആരാണോ ബിസിനസ്സിലോട്ട് ക്യാഷ് തരാനുള്ളത് അല്ലെങ്കിൽ ഓ ചെയ്യാനുള്ളത് അവരാണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഡെറ്റേഴ്സ് നമ്മുടെ അസറ്റാണ്. ബിക്കോസ് എന്താണ്? അവർ നമുക്ക് കാശ് തരാനുള്ളവരാണ്. ഓക്കെ, the total amount standing against such person and or entities on the closing date is shown in the balance sheet as entry debtors on the asset side. അപ്പോൾ ഡെറ്റേഴ്സിനെ നമ്മളിവിടെ കാണിക്കും, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. ബിക്കോസ് ഇറ്റ്സ് അവർ അസറ്റ്, ബിക്കോസ് നമുക്ക് തരാനുള്ളത് ക്യാഷ് തരാനുള്ളവരാണ്. ദെൻ ക്രെഡിറ്റേഴ്സ് ആരാണ്? നമ്മൾ ലയബിലിറ്റിയാണ് കേട്ടോ. അതായത് നമ്മൾ എൻ്റർപ്രൈസ് ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ ലഭിക്കേണ്ട ആളാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്രെഡിറ്റേഴ്സ് ആർ ദ പേഴ്സൺസ് ആൻഡ് ഓർ അതർ എൻറ്റിറ്റീസ് ഹു ഹാവ് ടു ബി പെയ്ഡ് ബൈ ആൻ എൻ്റർപ്രൈസ് ആൻ എമൗണ്ട് ഫോർ പ്രൊവൈഡിങ് ദ എൻ്റർപ്രൈസ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺ ക്രെഡിറ്റ്. നമ്മുടെ എൻറ്റിറ്റിയിൽ ഡീൽ ചെയ്യാനുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് വേറൊരു പാർട്ടിയുടെ നിന്ന് നമ്മൾ ക്രെഡിറ്റിനാണ് വാങ്ങുകയാണെങ്കിൽ ആ പാർട്ടി ഹു ഗീവ് മീ ദ ഗുഡ്സ് ആൻഡ് സർവീസ് ഓൺ ക്രെഡിറ്റ് അല്ലേ, ആ പാർട്ടിയാണ് നമ്മളെ ക്രെഡിറ്റർ. നമ്മൾക്ക് അവർക്ക് എന്ത് ചെയ്യണം? ആ പൈസ കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ഉണ്ട്. സോ ക്രെഡിറ്റേഴ്സ് നമ്മളുടെ ഒരു ലയബിലിറ്റിയാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കറണ്ട് ലയബിലിറ്റിയാണ്. ദ ടോട്ടൽ എമൗണ്ട് സ്റ്റാൻഡിങ് ടു ദ ഫേവർ സച്ച് പേഴ്സൺ ഓർ എൻറ്റിറ്റീസ് ഇൻ ദ ക്ലോസിംഗ് ഡേറ്റ് ഷോൺ ഓൺ ദ ബാലൻസ് ഷീറ്റ് ഇസ് സൺട്രി ക്രെഡിറ്റേഴ്സ് ഓൺ ദ ലയബിലിറ്റീസ് സൈഡ്. ലയബിലിറ്റി സൈഡിൽ നമ്മൾ ക്രെഡിറ്റേഴ്സിനെ കാണിക്കാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ടേം പഠിച്ചു? എക്സ്പെൻഡിച്ചർ പഠിച്ചു നമ്മൾ. അത് നമ്മൾ പ്രോഫിറ്റ് എന്താ പഠിച്ചു, പ്രോഫിറ്റും ഗെയിനും പഠിച്ചു. പ്രോഫിറ്റും ഗെയിനുള്ള ഡിഫറൻസ് എന്താണ്? ഗെയിൻ എന്ന് പറയുന്നത് അങ്ങനെ എപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവമല്ല. ഇറ്റ്സ് നോൺ റിക്കറിങ് ഇൻ നാച്ചർ, എപ്പോഴെങ്കിലും ഒക്കെ സംഭവിക്കുന്ന സംഭവമാണ്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് പഠിച്ചു, ലോസ് പഠിച്ചു. ഡിസ്കൗണ്ട് എന്താ പഠിച്ചു? ഡിസ്കൗണ്ട് 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, പിന്നെ വൗച്ചർ എന്താണ്? ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് വൗച്ചർ. ഗുഡ്സ് നമ്മൾ ബിസിനസ്സിൽ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ്സാണ് ഗുഡ്സ് എന്ന് പറയുക. ഡ്രോയിങ്സ് പഠിച്ചു. എന്താണ്? ഓണർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്നതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നു. പർച്ചേസസ് വി നോ ദാറ്റ്. സ്റ്റോക്ക് ഒരു കറണ്ട് അസറ്റാണ്. ഡെറ്റേഴ്സ് നമ്മളുടെ ഓർഗനൈസേഷനിലോട്ട് പേ ചെയ്യാനുള്ളവരാണ് ഡെറ്റേഴ്സ്. ഇറ്റ് ഈസ് എൻ അസറ്റ്. ക്രെഡിറ്റേഴ്സ് നമ്മളെ പേ ചെയ്യാനുള്ളവരാണ്. നമ്മുടെ ബിസിനസ് എൻറ്റിറ്റി മറ്റൊരാൾക്ക് പേ ചെയ്യുകയാണെങ്കിൽ അവരാണ് ക്രെഡിറ്റേഴ്സ്. നമ്മളെവിടെ കാണിക്കും? ലയബിലിറ്റീസിൽ കാണിക്കും. ഇത്രയാണ് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അതിന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്